ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പുന്നത്തൂർ ആനക്കോട്ടയിലാണ്. അപ്പോൾ ആനക്കോട്ടയിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. ഈ കൗണ്ടറിൽ നിന്നാണ് ആനക്കോട്ടയിൽ പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റുകൾ നമുക്ക് ലഭിക്കുന്നത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വയസ്സായവർക്കും വേണ്ടി ഇവിടെ ഇലക്ട്രിക് ബഗ്ഗി സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ ആനയൂട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും 3.5 കിലോമീറ്റർ മാറിയാണ് ആനക്കോട്ട. കോട്ടയ്ക്കകത്ത് കടന്നാൽ വനത്തിനുള്ളിൽ ചെന്ന ഒരു ഫീലാണ്. പുന്നത്തൂർ രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്ന ഈ കോവിലകം 1975 ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്തു. പിന്നീട് ആനക്കോട്ടയാക്കി മാറ്റി. കോവിലകത്തിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന് മുൻപിലായി വലിയൊരു കുളവും അതിൽ നിറയെ മീനുകളുമുണ്ട്. സുരക്ഷയുടെ ഭാഗമായി ഇവിടെ ഒരു ആംബുലൻസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ആനകളെ ബുക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവുമുണ്ട്. ആനകളെ മെരുക്കുന്നതിനുള്ള ഒരു കൊട്ടിലാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ആനകളെ മുഴുവൻ കണ്ടാലോ? ഈ പുന്നത്തൂർ ആനക്കോട്ടയിൽ ആകെ 35 ആനകളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ കുറച്ച് ആനകൾ മതപ്പാടിൽ അവിടെ നീക്കി കെട്ടിയിട്ടുണ്ട്. ആനകൾക്ക് ആദ്യം നെയിം ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതെല്ലാം പോയി. ഒരു ആനയുടെയും ബോർഡുകളൊന്നുമില്ല. പിന്നെ ഈ കോട്ടയ്ക്കുള്ളിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അതിൻ്റെ പണികൾ പുതുക്കി പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന ഒട്ടുമിക്ക ആളുകളും ഈ പുന്നത്തൂർ കോട്ടയിൽ ഭഗവാന്റെ ആനക്കോട്ടയിൽ എത്തുന്നുണ്ട്. ഇനി നമുക്ക് പുന്നത്തൂർ കോട്ടയിലെ ആനയൂട്ട് കണ്ടാലോ? ഇത് ആനക്കോട്ടയിലെ ഏറ്റവും സൗന്ദര്യമുള്ള ആന ഇന്ദ്രസൻ. ഗുരുവായൂർ കേശവന് ശേഷം ഭഗവാന്റെ തിടമ്പേറ്റുന്ന ആനയാണ് ഇന്ദ്രസൻ. ഈ വരുന്ന ആനയാണ് ആനക്കോട്ടയിലെ ഏറ്റവും സീനിയർ രാധാകൃഷ്ണൻ. 74 വയസ്സ് കഴിഞ്ഞു. ഈ വരുന്നതാണ് രവികൃഷ്ണ, ഈ വർഷത്തെ ആനയോട്ട മത്സരത്തിലെ വിജയി. ആനയോട്ട് കാണാൻ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ ആനകളാണ്. ഒന്നരാടൻ ഇവിടെ ആനയൂട്ടുണ്ടാവും. കർക്കിടക മാസത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ജൂലൈ 1 മുതൽക്ക് 30 വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ഒരു ദിവസം വിട്ടിട്ട് ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ ആനയൂട്ടുണ്ടാക്കുക. ഇത്രയും ആനകൾ, അതായത് ആദ്യം നിൽക്കുന്ന ആന അത് പിടിയാനാണ്. അതിൻ്റെ പേരാണ് ദേവി. ആദ്യം നിൽക്കുന്ന ദേവി. അതിൻ്റെ ഇപ്പുറം നിൽക്കുന്നതിൻ്റെ പേരാണ് രശ്മി. അതിൻ്റെ ഇപ്പുറം നിൽക്കുന്നത് ലക്ഷ്മി. അത് ഇപ്പുറം നിൽക്കുന്നത് ഗോപാലകൃഷ്ണൻ. അതിൻ്റെ അവിടെ നിൽക്കുന്നത് ഗുരുവായൂരിൽ കൂടുതലും തിടമ്പേറ്റുന്ന ഇന്ദ്രസൻ.
അവിടെ കിടന്നു ഇന്ദ്രസൻ. ഇത് കഴിഞ്ഞ് ഇത് ഓട്ടത്തിൽ ഫസ്റ്റ് കിട്ടിയ രവികൃഷ്ണ. ഈ നിൽക്കുന്നതാണ് ഏറ്റവും സീനിയറായ, അതായത് നമ്മുടെ ആനക്കോട്ടയിലെ ഏറ്റവും സീനിയറായ രാധാകൃഷ്ണൻ, വയസ്സായ ആന. പിന്നെ അവിടെ നിൽക്കുന്നത് കീർത്തികൃഷ്ണ, അതിനപ്പുറം നിൽക്കുന്നത് വിനായകൻ, അതിനപ്പുറം നിൽക്കുന്നത് ശങ്കരനാരായണൻ. അങ്ങനെയുള്ള അത്രയും ആനകളാണ് ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്. ഇന്ന് 5 ആനകൾ അവിടെ ക്ഷേത്രത്തിൽ എന്താ പറയുക, നമ്മുടെ ശീവേലിക്ക് പോയിട്ടുണ്ട്. കാഴ്ച ശീവേലുണ്ട്. അതുകൊണ്ട് 5 ആനകളോളം അവിടെ ആനയുണ്ട്. മൊത്തം എത്ര ആനയുണ്ട്? മൊത്തം 35 ആനകളുണ്ട്. ആനയൂട്ടും കഴിഞ്ഞ് പട്ടയം എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയാണ് എല്ലാവരും. നമ്മൾക്ക് ഇന്ന് ഈ പുന്നത്തൂർ കോട്ടയിലെ വിശേഷങ്ങൾ വളരെ വിശദമായി പറഞ്ഞു തന്ന ദേവസ്വം ബോർഡിൻ്റെ സജേഷ് സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ ചോദിക്കാം. നിങ്ങളുടെ ഡ്യൂട്ടി ക്രമങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ? നമസ്കാരം. ഞങ്ങളിവിടെ 6 ഡ്യൂട്ടിക്കാരാണ് പകൽ സമയങ്ങളിൽ ഉണ്ടാവുക. പിന്നെ 4 ഡ്യൂട്ടിക്കാർ രാത്രിയിലുണ്ടാവും. അപ്പോൾ രാവിലെ നമ്മൾ 24 ഹവേഴ്സാണ് ഡ്യൂട്ടി. രാവിലെ 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് 6 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ മറ്റേ ഡ്യൂട്ടിക്കാർ വരും, അവർ ദിവസം 6 മണി വരെ ഉണ്ടാവും. പിന്നെ ഇവിടെ എല്ലാ കോർണറുകളിലും നമ്മളുടെ സഹായം ലഭ്യമായിരിക്കും. ഏതൊരു വ്യക്തി വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ആനകളുടെ പേരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശദമായിട്ട് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്കും എവിടെ നിന്നായാലും, അതായത് പുറത്തു നിന്നായാലും നോർത്ത് ഇന്ത്യയിൽ നിന്നായാലും ശരി, സൗത്ത് ഇന്ത്യയിലുള്ള വേറെ ഏത് ലാംഗ്വേജുകളിൽ നിന്ന് വന്നു കഴിഞ്ഞാലും നമ്മളൊക്കെ കൈകാര്യം ചെയ്യാതെ. കാരണം നമ്മുടെ ഇവിടെ എല്ലാവരും എക്സ് സർവീസ് മെയിനാണ്. എല്ലാവർക്കും ഹിന്ദി കൈകാര്യം ചെയ്യാനും തമിഴ് അങ്ങനെയുള്ള ഭാഷകളൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇവിടെ സമയക്രമം എപ്പോഴാണ്? സമയക്രമം അതായത് മോർണിംഗ്, ഞാൻ പറഞ്ഞില്ല 24 ഹവേഴ്സ് ഇവിടെ ഉണ്ടാവും. സന്ദർശകർക്ക് ഇവിടെ കറക്റ്റ് രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ്. 5 മണിക്ക് കയറി കഴിഞ്ഞാൽ 5:30 വരെ നമ്മൾ ഇവിടെ എല്ലാവരും കണ്ടുപിടിച്ച് 5:30ക്ക് നമ്മൾ അടയ്ക്കുന്നത്. ഇവിടെ ടിക്കറ്റ് നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു 20 രൂപയാണ്. പിന്നെ നമുക്ക് ഫോട്ടോഗ്രാഫ്സ് പ്ലസ് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് 100 രൂപയാണ്. ഓക്കെ, എത്ര വിശദീകരിച്ചതാണ്. താങ്ക് യു, വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഈ ആനക്കോട്ടയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.